ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. PSC പഠിച്ച് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥിയുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, പഠനകാലത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തത് എന്തിനെയാണെന്ന് ചോദിച്ചാൽ അവരാദ്യം പറയുന്ന ഉത്തരമായിരിക്കും: 1 റാങ്ക് ഫയൽ, 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, 3 കോച്ചിങ് സെൻ്ററുകൾ. അത് ഓഫ്ലൈൻ ആവാം, ഓൺലൈൻ ആവാം. എന്തുകൊണ്ടാണ് അവർ ഈ പറയുന്ന റാങ്ക് ഫയലിനെ ആദ്യം തന്നെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചാനൽ തുടങ്ങിയ അന്ന് മുതൽ നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്, PSC പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളുടെയും ബാക്ക് ബോൺ ആണ് ശരിക്കും റാങ്ക് ഫയൽ എന്ന് പറയുന്നത്. ഇതൊരു 3 ടൈംസ് എങ്കിലും നിങ്ങൾ റിവിഷൻ ചെയ്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊള്ളാവുന്ന ഒരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, സാറേ അപ്പോൾ ഈ SCRT NCRT അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന കേരള ചരിത്രം ശ്രീധരമേനോൻ, ഇന്ത്യ ചരിത്രം ശ്രീധരമേനോൻ, അതേപോലെ തന്നെ ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി, ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഓരോ പബ്ലിക്കേഷൻസും റാങ്ക് ഫയൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. PSC എക്സാമുകളുടെ സിലബസ് എന്താണോ ആ സിലബസ് ഓൾ ഇൻ ഓൾ കവർ ചെയ്യുന്ന ഒരു സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് റാങ്ക് ഫയൽ മാത്രമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ എടുക്കുന്ന ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് കഴിഞ്ഞ LDC അതേപോലെ തന്നെ LGS അതേപോലെ ബാക്കി ഏതെങ്കിലും കോഴ്സിനൊക്കെ നിങ്ങൾ ഓൺലൈൻ നിലവിൽ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കോഴ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തപ്പോൾ എത്രത്തോളം വീഡിയോസുകൾ നിങ്ങൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ പോയിട്ടുണ്ട്, സിലബസിനോട് എത്രത്തോളം നിങ്ങൾ നീതി പുലർത്തി പഠിച്ച് തീർത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വിലയിരുത്താനായിട്ട് പറ്റും. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കിത് കണ്ടു തീർക്കാനായിട്ടോ അല്ലെങ്കിൽ പഠിച്ചു തീർക്കാനായിട്ടോ പറ്റത്തില്ല. ഇപ്പോൾ PDF ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം സമഗ്രയുടെ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 5 മുതൽ അല്ലെങ്കിൽ 10 വരെയുള്ള നിലവിലെ നമുക്ക് PDF കിട്ടും. പിന്നെ +1 +2 അതും കിട്ടും. പുതിയതായിട്ട് 3, 5, 7, 9 വേറെ ഉണ്ട്. അപ്പോൾ അത് പഠിക്കാനുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ഓരോ ബുക്ക് നോക്കി ഓരോ ചാപ്റ്റർ വൈസ് പഠിച്ച് അത് എഴുതി വയ്ക്കുക എന്നുള്ളത് പോസിബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ അതൊന്നും ഒരിക്കലും പോസിബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന കേരള ചരിത്രം എടുക്കുന്നു ശ്രീധരമേനോൻ്റെ, അത് നമ്മൾ ഓരോന്ന് വായിച്ച് അതിൻ്റെ അകത്തെ പോയിന്റ്സുകൾ നോക്കി എഴുതി വയ്ക്കുന്നു ഒരു ബുക്കിൽ. അടുത്ത ദിവസം ഇന്ത്യൻ പൊളിറ്റി വായിക്കുന്നു ലക്ഷ്മികാന്തിൻ്റെ, അതിന്ന് എഴുതുന്നു, എടുത്ത് എഴുതി വയ്ക്കുന്നു. അതേപോലെ അടുത്ത ദിവസം 5ാം ക്ലാസ്സിലെ ബുക്ക് എടുത്ത് വായിക്കുന്നു, പഠിക്കുന്നു, എഴുതി വയ്ക്കുന്നു. ഇതൊന്നും ഒരിക്കലും ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മൾ പറയുമ്പോൾ ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് എല്ലാവരും പറയും, SCRT അങ്ങനെ പഠിക്കണം, NCRT ഇങ്ങനെ പഠിക്കണം. പക്ഷേ പറയുന്നവർക്ക് പറയാൻ വളരെ എളുപ്പമായിരിക്കും. പക്ഷേ ഇതൊക്കെ നമ്മൾ എഴുതി പഠിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതായിരിക്കും റാങ്ക് ഫയൽ എന്ന് പറയുന്നത്. ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും കിടിലമായിട്ടുള്ളൊരു റാങ്ക് ഫയലാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അതാണ് ദ ബെസ്റ്റ് അക്കാഡമിയുടെ റാങ്ക് ഫയൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് PSC എക്സാമുകളിൽ, അതായത് 10th ലെവൽ എക്സാംസ് മുതൽ ഡിഗ്രി ലെവൽ എക്സാംസിന് വരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു റാങ്ക് ഫയൽ തന്നെയാണ് ഇത്. ഇതിൻ്റെ അകത്ത് വെറുതെ എഴുതി വച്ചിരിക്കുന്നതൊന്നുമല്ല SCRT + NCRT ഇൻക്ലൂഡ് എന്ന്. പക്ക ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ പോയിന്റ്സും അവരെന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അടിപൊളി റാങ്ക് ഫയലാണ്. 4184 പേജസ് ആണ് ഈ റാങ്ക് ഫയൽ വരുന്നത്. 4 വോളിയത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ നിലവിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ റാങ്ക് ഫയലിൽ ഏറ്റവും കിടിലമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം പോയിന്റ്സ് ഇതിൻ്റെ അകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഒന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് എന്താണോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പറയാറുള്ളൂ. ഒരു പെയ്ഡ് പ്രൊമോഷൻ നമ്മൾ ഈ ഒരു ചാനലിൽ ചെയ്യാറില്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന നല്ലൊരു റാങ്ക് ഫയൽ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഒരു സിലബസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിലബസിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് ഓരോന്നും പഠിക്കേണ്ടത് എന്താണെന്നുള്ളതാണ് ഓരോ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഓരോ സിലബസ് അടിസ്ഥാനത്തിൽ ഓരോന്ന് കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാവുന്ന നല്ല പേജസ് ആണ് ഇത്. അതേപോലെ തന്നെ കൊള്ളാവുന്ന ഒരു ഫോണ്ടിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ വോളിയം 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ്, അതായത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. കേരള ചരിത്രം, യൂറോപ്യന്മാരുടെ വരവ്. അപ്പോൾ അതിൻ്റെ അകത്താണ് തുടങ്ങുന്നത്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ ബാക്കിയുള്ള റാങ്ക് ഫയലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറേ പോയിന്റ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറങ്കികൾ എന്ന് പറയുന്നത് പോർച്ചുഗീസ്, പരന്തരീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാർ, വെള്ളക്കാർ ബ്രിട്ടീഷുകാർ, യവനർ ഗ്രീക്കുകാർ, ശീമക്കാർ എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷുകാർ, ലന്തക്കാർ ഡച്ചുകാർ,
മാൻസികൾ എന്നറിയപ്പെടുന്ന പുതിയൊരു പോയിന്റ് ഞാൻ കണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് യാങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? അപ്പോൾ മാൻസികൾ അതേപോലെ തന്നെ യാങ്കികൾ. SCERTയുടെ കുറേ ഫാക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ബോക്സ് ആക്കി തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബെസ്റ്റ് ടിപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഒരേപോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാവുന്ന ഒരു കിടിലൻ റാങ്ക് ഫയൽ തന്നെയാണ് ബെസ്റ്റ് പബ്ലിക്കേഷൻ്റെ ഈ ഒരു റാങ്ക് ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിലവിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1790 പക്ഷേ നിങ്ങൾക്ക് ഇതൊരു ഓഫറിൽ 1590 എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഒരു ഓഫറിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ ഇവരുടെ സ്റ്റോറിൽ, അതായത് നിലവിൽ സ്റ്റോറിലുണ്ട്, അതേപോലെ തന്നെ ഈ പറയുന്ന ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ എല്ലാത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ PSC പഠിക്കുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു റാങ്ക് ഫയൽ തന്നെയാണിത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു 4 വോളിയമാണ്. അപ്പോൾ ഇതാണ് വോളിയം 2. അതേപോലെ തന്നെ മറ്റ് വരുന്നതാണ് ഈ പറയുന്ന വോളിയം, അടുത്തത് വോളിയം 4, അതേപോലെ തന്നെ വോളിയം 3. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3-4 റാങ്ക് ഫയലാണ്. ഇത്രയാണ് റാങ്ക് ഫയൽ വരുന്നത്. ഏകദേശം 4184 പേജസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു റാങ്ക് ഫയലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ PSCക്ക് വേണ്ടി പഠിക്കുമ്പോൾ എപ്പോഴും നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ്ഫുൾ ആവാൻ പറ്റുന്നുള്ളൂ. അതായത് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ നെറ്റില്ല, അതേപോലെ തന്നെ കറണ്ട് ഇല്ല, ഇതൊന്നും ഇല്ലെങ്കിലും നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡൗട്ട് ക്ലാരിഫൈ ആണെങ്കിൽ മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ സിലബസിലുള്ള കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന റാങ്ക് ഫയലിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കി നമുക്കിരുന്ന് എപ്പോൾ വേണമെങ്കിലും വായിച്ച് പഠിക്കാനായിട്ട് പറ്റും. അത് തന്നെയാണ് റാങ്ക് ഫയലിൻ്റെ ഏറ്റവും വലിയ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. കാരണം നമുക്ക് എപ്പോഴാണോ ഡൗട്ട് വരുന്നത് ആ ഡൗട്ട് നമുക്ക് അപ്പം തന്നെ എന്ത് ചെയ്യണം, ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അതിനാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന റാങ്ക് ഫയൽ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതായത് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ക്ലാസ്സുകൾ എന്നും നമ്മുടെ ആപ്ലിക്കേഷനിലൊക്കെ ഉണ്ട്. പക്ഷേ അതിനെല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ലിമിറ്റേഷനുള്ളിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ടാർഗറ്റ് വെച്ച് തന്നെയാണ് ഓരോ ക്ലാസ്സുകളും മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷേ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ഈ 4184 പേജസ് ഉണ്ട്, അതാണ് ഫുൾ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് അതിനൊരു ലിമിറ്റ് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോൾ നമുക്കിത് മൊത്തമായി പഠിച്ച് തീർക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ജോലി വാങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇത് എത്ര തവണ പഠിക്കണം, ഇത് എങ്ങനെയൊക്കെ പഠിച്ച് ഇത് മൊത്തം നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണമെന്നുള്ളത്. അപ്പോൾ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഒഴികെ ബാക്കി ഏകദേശം ഒരു 80ഓളം ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ റാങ്ക് ഫയൽ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം LDC എടുത്ത് നോക്കിക്കഴിഞ്ഞാലും LGS എക്സാമിലും 80ന് മുകളിലേക്കുള്ള ചോദ്യങ്ങൾ ഈ റാങ്ക് ഫയലിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒക്കെ ഒരു റാങ്ക് ഫയൽ പഠിച്ചാൽ നമുക്ക് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ കൂടെ നിങ്ങളുടെ സഹപാഠിയായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ഫ്രണ്ടായിട്ട് PSC പഠനത്തിൽ നിങ്ങൾക്ക് ഈ റാങ്ക് ഫയൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബെസ്റ്റ് അക്കാഡമിയുടെ ഏറ്റവും കിടിലമായിട്ടുള്ള റാങ്ക് ഫയലാണ്. വെറുതെ അല്ല ഇവർ ഇതിന് ബെസ്റ്റ് എന്ന് പേര് കൊടുത്തത്, അത്രത്തോളം ബെസ്റ്റ് തന്നെയാണ് ഈ ഒരു റാങ്ക് ഫയൽ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റാങ്ക് ഫയൽ വാങ്ങാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ വന്നു എന്നുള്ളൂ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.